യോഗം നമ്പർ 14 ഷഡ്ധർണ ചൂർണം. ഇത് പൗഡർ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഫോമിൽ ഗോമൂത്രം കൂടി ഒരു കണ്ടൻ്റാണ്. ഗോമൂത്രം അതിൻ്റെ അനുപാനമാണ്. അപ്പം അത് ചേർത്താണ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. യോഗം നോക്കാം. അക്കോർഡിംഗ് ടു സുശ്രുത സംഹിത, ചിത്രക ഇന്ദ്രിയവ പാഠ കടുക അതിവിഷ അഭയ ആമവാദേ സുഖാംബോഹി പേയ ഷഡ്ധരണോ മത. അക്കോർഡിംഗ് ടു അഷ്ടാംഗ സംഗ്രഹ, ദാർവീ കലിംഗ കടുക അതിവിഷ അഗ്നിപാഠ മൂത്രേണ സൂക്ഷ്മരജസോധരണ പ്രമാണ പീത ജയന്തി ഗുദജ ഉദര കുഷ്ടമേഹ കോഷ്ട അനില ആഠ്യഭവന ഗ്രഹണീ പ്രദോഷാൻ. സുശ്രുത സംഹിതയിൽ പറയുന്നത് അഭയാണ്. ഈ 6 പേര് പോലെ തന്നെ 6 ഡ്രഗുകളാണുള്ളത്. അതിൽ അഭയത്തിന് പകരം സുശ്രുത സംഹിതയിലെ അഭയത്തിന് പകരം ദാർവിയാണ് അഷ്ടാംഗ സംഗ്രഹത്തിൽ പറയുന്നത്. അതൊരു മെയിൻ ഡിഫറൻസ് ആണ്, നോട്ട് ചെയ്യണം. പിന്നെ എന്താണ് ധരണം? ധരണപ്രമാണം എന്താണ്? ധരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫലത്തിൻ്റെ 10 ഭാഗം. ഫലം എന്നാൽ 48 ഗ്രാമാണ്. അതിൻ്റെ 10 ഭാഗം 4.8 ഗ്രാമാണ് ഓരോ ഡ്രഗുകളും വരുന്നത്. അതുകൊണ്ടാണ് ഷഡ്ധരണ ചൂർണം എന്ന പേര് സിദ്ധിച്ചിരിക്കുന്നത്. ഇനി ഫലശ്രുതി നോക്കാം. അക്കോർഡിംഗ് ടു സുശ്രുത സംഹിത, ആമവാദേ സുഖാംബോഹി പേയ ഷഡ്ധരണോ മത. അപ്പോൾ ആമവാദമായ കണ്ടീഷനിൽ ആമ എങ്ങനെ തിരിച്ചറിയും? സ്രോതോരോധ ബലഭ്രംശ ഗൗരവ അനില മൂഢത ആലസ്യ അഭക്തി നിഷ്ഠീവ മലസംഘ അരുചിക്ലമ. ഈ കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വാദികമായിട്ടുള്ള കണ്ടീഷനിലെല്ലാം തന്നെ ഈ സിംറ്റംസ് എല്ലാം, ഈ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ സിംറ്റംസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വാദിക കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ആമവാദമാണെന്ന്, ആമം റിലേറ്റഡ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കണ്ടീഷനിലെല്ലാം തന്നെ നമുക്ക് ഷഡ്ധരണ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സുശ്രുതാചാര്യൻ എടുത്തു പറയുന്നുണ്ട് വാദവ്യാധി പ്രശമനേ യോഗ ഷഡ്ധരണോ സ്മൃത. അപ്പോൾ ബോത്ത് GAT ആയിട്ടും അതുപോലെ തന്നെ വാദികമായിട്ടുള്ള അക്യൂട്ട് റുമാറ്റോളജിക്കൽ കണ്ടീഷനിലും നമുക്ക് ഈ ഷഡ്ധരണ ചൂർണം ടാബ്ലറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അഷ്ടാംഗ സംഗ്രഹകാരൻ്റെ അഭിപ്രായത്തിൽ നോക്കിയാൽ പീത ജയന്തി ഗുദജ ഉദര കുഷ്ട മേഹ കോഷ്ട അനില ആഠ്യഭവന ഗ്രഹണീ പ്രദോഷൻ. ഇപ്പോൾ കുഷ്ടം പറയുന്നുണ്ട്, പ്രമേഹം പറയുന്നുണ്ട്, ഗ്രഹണി പറയുന്നുണ്ട്, ഉദരം പറയുന്നുണ്ട്, ഗുദജ ഡിസീസ് എന്തൊക്കെയാണ്? ആർഷസ്, ഭഗന്തരം, അങ്ങനെയുള്ള കണ്ടീഷനിൽ കോഷ്ടാനിലം നമുക്ക് GI റിലേറ്റഡ് ആയിട്ടുള്ള വാദികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ ആഠ്യഭവനം. ആഠ്യഭവനം എന്താണ്? ഊരുസ്തംഭം. അക്കോർഡിംഗ് ടു അഷ്ടാംഗ ആഠ്യഭവനം എന്താണ്? ഊരുസ്തംഭമാണ്. അപ്പോൾ വാദവ്യാധിയിലും ഇപ്പോൾ ബോത്ത് GAT അവിടെയും അതുപോലെ പറയുന്നുണ്ട്. ബോത്ത് GAT അതുപോലെ തന്നെ റുമാറ്റോളജിക്കൽ കണ്ടീഷനിൽ നമുക്ക് ഷഡ്ധരണ ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യോഗമാണ് ഷഡ്ധരണ ചൂർണം ടാബ്ലറ്റ്. കാരണം ഒരിക്കൽ 2 പേഷ്യൻ്റ് ഒരുമിച്ച് കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ 2 പേർക്കും ഡിഫറെൻറ്റ് സിംറ്റംസ്. ഒരാൾക്ക് GAT പ്രോബ്ലം ആയിരുന്നു, ഒരാൾക്ക് റുമാറ്റിക് പ്രോബ്ലം ആയിരുന്നു. 2 പേർക്കും ഷഡ്ധരണമാണ് എഴുതിയത്. ഫാർമസിയിൽ ചെന്നപ്പം മെഡിസിൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് 2 വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ഡ്രഗ് തന്നെ എഴുതി, വേറെ ഡ്രഗുകളൊന്നും ഇവിടെ ഇല്ലേ, അതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നൊക്കെ ചോദിച്ചൊരു പറച്ചിൽ അവിടെ ഉണ്ടായി. പ്രത്യേകിച്ചൊന്നും പറയുകയുണ്ടായില്ല. 2 ആഴ്ച നിങ്ങൾ മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് റീവിസിറ്റിന് വരുമ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് അവർ മെഡിസിൻ വാങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഒരു റീവിസിറ്റിന് വന്നപ്പോൾ ടാബ്ലറ്റ് കഴിച്ച് 2 പേർക്കും ബുദ്ധിമുട്ടുകൾ കുറവുണ്ട്, ബുദ്ധിമുട്ടുകളിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഷഡ്ധരണ ചൂർണം നമുക്ക് ഏത് ബുദ്ധിമുട്ടുകൾക്കും ഒരു മൾട്ടി പർപ്പസ് ക്വാളിറ്റി അല്ലേ ഉള്ള ഒരു ഡ്രഗാണ്, ഒരു മെഡിസിനാണ് ഷഡ്ധരണ ചൂർണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചിത്രകം, കൊടുവേലി, പ്ലംബാഗോ സൈലാനിക്ക, ഇന്ദ്രിയവം, കലിംഗം. 2, 3 തന്നെയാണ്. കുടകപ്പാലേരിയാണ്. 2 ആചാര്യന്മാർ 2 പേരിൽ 2 സിനോണിമിൽ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഹോളോറീന ആൻറ്റി ഡിസെൻട്രിക്ക, പാഠ പാടക്കിഴങ്ങ് സൈക്ലിയ പെൽറ്റേറ്റ, കടുക കടുകുരോഹിണി പൈക്കുറൈസ കുറവ, അതിവിഷ അതിവിടയം സിപ്രസ് റോട്ടണ്ടസും ഉണ്ട്, അക്കോണിറ്റം ഹെട്രോഫില്ലും ഉണ്ട്. അഭയ കടുക്ക ടെർമിനാലിയ ചെബുല. അഭയം പറയുന്നത് സുശ്രുത സംഹിതയിലാണ്. അഷ്ടാംഗ സംഗ്രഹത്തിൽ പറയുന്ന അഭയത്തിന് പകരം ദാർവിയാണ്. മരമഞ്ഞൾ ബെർബറിസ് അരിസ്റ്റേറ്റ. അനുപാനം അഷ്ടാംഗ സംഗ്രഹത്തിൽ പറയുന്നുണ്ട്. ഗോമൂത്രം മൂത്രേണ സൂക്ഷ്മരജസ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോമൂത്രത്തിലാണ് ഇത് അനുപാനമായി കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. പൗഡർ ആണെങ്കിലും നമുക്ക് ചൂടുവെള്ളത്തിൽ കഴിക്കും. സുഖാംബു തന്നെയാണ് അഷ്ടാംഗഹൃദയം ചികിത്സയിലും ഒക്കെ പറയുന്നുണ്ട്. ആമാശയ ഗതേവായു വമിത പ്രതിഭോജിതേ. ആമാശയത്തിൽ വാദം കൂടുതൽ
കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ വമനം ചെയ്യുക, പേയാതിക്രമം ചെയ്യുക. അതിനുശേഷം സുഖാംബുനാ ഷഡ്ധരണം പ്രയോജയേതെന്നാണ് പറയുന്നത്. ചൂടുവെള്ളത്തിൽ ഷഡ്ധരണം ഉപയോഗിക്കുക. എന്തിനാണ്? സന്തൂഷിതേ അഗ്നൗ, അഗ്നി സന്തോഷിപ്പിക്കാൻ, അതായത് അഗ്നിബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് കേവലവാദികമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ചൂടുവെള്ളം പറയുന്നുണ്ട് പൗഡറിൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ അഷ്ടാംഗ സംഗ്രഹത്തിൽ മൂത്രേണ സൂക്ഷ്മരജസ എന്നാണ് പറയുന്നത്. ഗോമൂത്രം ചേർത്ത് അനുയോജ്യമായ അനുപാനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒത്തിരി ആമം കൂടിയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഗോമൂത്രം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഏതൊരു പെയിൻഫുൾ കണ്ടീഷനിലും നമുക്ക് ഈ ഷഡ്ധരണ ചൂർണ്ണം ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇതിലുള്ള അതിവിഷയം അല്ലെ അതിവിടയം എന്ന് പറയുന്ന അതിവിഷം എന്നുള്ളത് ഒരു പോയ്സണസ് ഡ്രഗാണ്. അത് നല്ല രീതിയിൽ ശുദ്ധി ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ ടാബ്ലറ്റിനകത്തൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ശുദ്ധി ചെയ്ത അതിവിഷം 3 ഗ്രാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു പെയിൻഫുൾ കണ്ടീഷന് പെട്ടെന്ന് തന്നെ ആ ഒരു നല്ലൊരു പെയിൻ കില്ലറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ അതിവിടയ ചൂർണം എന്ന് പറയുന്നത്. അതിവിടയം, ചിത്രകം ഒക്കെ തന്നെയും നല്ലൊരു പെയിൻ കില്ലറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിലെ ഒരു മെയിൻ കണ്ടൻ്റാണ്. അതുകൊണ്ട് ഷഡ്ധരണ ചൂർണം ഒരു മൾട്ടി പർപ്പസ് ക്വാളിറ്റി ഉള്ള നല്ലൊരു മെഡിസിനാണ്.